കൽപ്പിക്കുകയും നന്മ വിരോധിക്കുകയും ചെയ്യുന്ന കാലം. അതെ, നിങ്ങൾ തിന്മ കൽപ്പിക്കുകയും നന്മ വിരോധിക്കുകയും ചെയ്യുന്ന കാലം. അന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ക്ഷമാശീലന് പോലും പേടി തോന്നാവുന്ന ഭീകരമായ അവസ്ഥകൾ സംജാതമാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ലേ നമ്മൾ കാണുന്നത്. ഒന്ന് ബോംബൊന്നും നട്ടില്ല, ഒരു നഗരം മൊത്തം കത്തിച്ചാക്കല. ഒരു ന്യൂക്ലിയർ ബോംബും ഹൈഡ്രജൻ ബോംബും കയ്യിലൊരു രാജ്യം, എല്ലാത്തരം ആയുധങ്ങളുടെ സമ്പത്തും കയ്യിലുള്ള രാജ്യം, സകല സൈനികമായിട്ടുള്ള സന്നദ്ധതയുടെയും അതിന്റെ ഏറ്റവും ഉജ്ജ്വലമായത് മുഴുവനും കയ്യിൽ പിടിച്ച് അഹങ്കരിക്കുന്ന രാജ്യം, ലോകത്തെ മുഴുവനും അമ്മാനമാടാൻ കഴിയുന്ന അധികാരത്തിന്റെ ദാർഢ്യം കാണിക്കുന്ന രാജ്യം. ആ രാജ്യം അഗ്നിച്ചിറകുകൾ വച്ച പോലെ, ആകാശത്ത് നിന്ന് പെയ്യുന്ന തീക്കനകൾ പോലെ കാട് കത്തി കയറുമ്പോ, ഓരോ നഗരത്തിലേക്കും അത് പടർന്ന് പന്തലിക്കുമ്പോ, ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം ഇന്നൊരു ശ്മശാനമായി മാറിക്കഴിഞ്ഞു, ഒരു ശ്മശാനായി മാറിക്കഴിഞ്ഞു. അല്ലാഹു എന്തു ചെയ്യുന്നു നമ്മൾ അറിയണം. നമ്മൾ ആ സമൂഹത്തിലെ മനുഷ്യർക്ക് സംഭവിക്കുന്ന അത്തരം ഭീകരമായ അവസ്ഥയിൽ സന്തോഷിക്കല്ല, പക്ഷെ അതിന്ന് പഠിക്കാൻ പാഠം. ഒരു ജനത, ഗസ എന്ന് പറയുന്ന ഒരു കൊച്ചു മുനമ്പ്, ഏകദേശം 40 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്ന ഈ ചെറിയ പട്ടണത്തിന്റെ തൊട്ടടുത്ത് പോയാൽ അത്ര ദൂരമേ ഉണ്ടാകൂ, അത്രമേ ഉള്ളൂ ഈ ഗസ എന്ന് പറയുന്ന മുനമ്പ്. മഹാനായ ഇമാം ഷാഫിയുടെ നാടാണ്, മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ നാടാണ് ഗസ. ആ ഗസയിൽ നിന്നാണ് പിന്നീട് മക്കയിലേക്കും പിന്നെ മദീനയിലേക്കും പിന്നെ ഇറാഖിലേക്കും പിന്നെ അങ്ങ് കൈറോയിലേക്കും, അതായത് ഈജിപ്തിലേക്കും പോയ മഹാനായ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിത ശിരോമണിയായിരുന്ന നമ്മുടെ മദ്ഹബിന്റെ ഇമാം മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരുടെ നാടാണ്. ആ നാട്ടിൽ ഇങ്ങനെ കൂട്ടപ്പരിച്ചിൽ പോലെ നിരന്തരമായി ബോംബ് വർഷിക്കാൻ ആവശ്യമായതെല്ലാം കൊടുത്തതാരാ? അമേരിക്ക. എല്ലാം നൽകിയത് അമേരിക്ക. കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് തന്നെ അങ്ങനെയാണ്. നിങ്ങൾ എല്ലാത്തിനെയും മുച്ചൂടും വന്നേക്കണം, എല്ലാത്തിനെയും വന്നേക്കണം. Put them to death, men, women, children, infants. എല്ലാത്തിനെയും കൊല്ലണം. ആ പ്രയോഗം ബൈബിളിൽ തന്നെ കാണാവുന്നതാണ്. ബൈബിളിലെ സാമൂഹ്യ അധ്യായത്തിന്റെ 15:3 കാണാവുന്ന ഇതേ പ്രയോഗം, ആ പ്രയോഗം എടുത്തിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗം. Go to Amalek and destroy them all and their belongings and put them to death, men, women, children, infants. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആണും പെണ്ണും ഒക്കെ കൊന്നോട്ടെ, അതൊന്നും സമ്മതിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച് അവസാനം പറഞ്ഞ 2 പേരെ നിങ്ങൾ ആലോചിച്ചു, ചിൽഡ്രൻ, കൊച്ചുമക്കൾ. ഈ പ്രപഞ്ചത്തിന്റെ ഈ ഭൂമിയുടെ കളങ്കമെന്നും തിരിയാത്ത പൂക്കളെ പോലെയുള്ള മക്കൾ, അതും പോട്ടെ. അതും കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് മാതാവിന്റെ അമ്മിഞ്ഞ പാൽ നുകരാൻ മാറിടത്തിൽ അങ്ങനെ പറ്റിക്കിടക്കുന്ന കുഞ്ഞ്, മുല കുടിക്കുന്ന പ്രായമുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനെയും കൊന്നേക്കണമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടക്കുമ്പോൾ അതിന് സഹായകമായി വർത്തിച്ച രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക. അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക. അതിലെ മാലാകമാർ പറക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വലിയ നഗരാണ് ലോസ് ആഞ്ചൽസ്. കാലിഫോർണിയ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രധാനപ്പെട്ട തലസ്ഥാനം. ആ കാലിഫോർണിയയിൽ ഒരു നന്മ നടക്കുന്നില്ല എന്ന് പറയുന്നില്ല കേട്ടോ. ആ കാലിഫോർണിയയിൽ വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഞാനൊക്കെ കാണാൻ കൊതിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് സൈത്തൂൻ യൂണിവേഴ്സിറ്റി. സൈത്തൂന യൂണിവേഴ്സിറ്റി ഷെയ്ഖ് ഹംസ യൂസുഫിന്റെ യൂണിവേഴ്സിറ്റിയാണ്. അമേരിക്കയിൽ കാലിഫോർണിയയിൽ പോകാൻ പറ്റില്ല. അതേസമയം ന്യൂയോർക്കിലും അതുപോലെ തന്നെ വാഷിംഗ്ടണിലൊക്കെ യാത്ര ചെയ്തത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വാഷിംഗ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്തത്. ചുറ്റും കാടാണ്, ചുറ്റും നല്ല കാടാണ്, മനോഹരമായ കാടാണ്. ആ കാട് കത്താൻ, ഹെക്ടർ കണക്കിന് കാട് കത്തിയിട്ട് പിടിച്ചു നിർത്താൻ സാധിക്കാതെ വന്നപ്പോൾ വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കത്താൻ, അതിഭീകരം. വലിയ വലിയ ഹോളിവുഡ് താരങ്ങൾ ഒരിക്കൽ ഇതുപോലെ ബോംബ് ഇങ്ങനെ വർഷിച്ചിട്ട് പാവപ്പെട്ട ഫലസ്തീനിയൻ അമ്മ കരയുന്ന കാഴ്ചയുടെ അതിന്റെ ഭീകരമായ അവസ്ഥയുടെ മുമ്പിൽ, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചോര ചിതറി മരിക്കുന്ന കാഴ്ചയുടെ മുമ്പിൽ അതൊക്കെ വേണ്ടതാണെന്ന് പറഞ്ഞ സിനിമാ നടന്മാരൊക്കെ ഇപ്പൊ ഇന്ന് പൊട്ടി കരയാണ്. നോക്കണം, ഇതൊക്കെ ജീവിതത്തിന്റെയും ചരിത്രത്തിന്റെയും കാലത്തിന്റെയും കാവ്യനിധിയാണ്. ഒരർത്ഥത്തിൽ അനുഗ്രഹീതമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചിലതുണ്ടാകുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ നാശങ്ങൾ കൊണ്ടുവരുമെന്ന പരിശുദ്ധ ഖുർആനിന്റെ വാക്ക് ഇവിടെ നിന്ന് പഠിക്കണം.
فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. ഈ ആയത്ത് തന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ആയത്താണ്. ആയത്തിപ്പോ ലോസ് ആഞ്ചലസിൽ അതായത് കാലിഫോർണിയ സംസ്ഥാനത്ത് നടക്കാൻ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭിക്കപ്പെട്ട നേരം അവർ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളെ മറന്നു പോകുമ്പോ എല്ലാ വസ്തുക്കളുടെയും വാതിലുകൾ നാം അവർക്കങ്ങ് തുറന്നു കൊടുക്കും. സകല സജ്ജീകരണങ്ങളും സകല സംവിധാനങ്ങളും ലോകത്തെ ഏറ്റവും വലിയ ബില്യനേഴ്സ് പാർക്കുന്ന നഗരമാണ് ഈ പറയുന്ന ലോസ് ആഞ്ചൽസ്. ലോകത്തെ ഏറ്റവും വലിയ ബില്യനേഴ്സ് ഹെക്ടർ കണക്കിന് വരുന്ന വിശാലമായ സ്ഥലത്ത് തന്റെ വലിയ ഭീകരമായ വീട് പണിത് താമസിക്കുന്നവരുടെ വീടുകൾ കത്തി ഇങ്ങനെ നശിച്ചങ്ങ് പോകുന്ന കാഴ്ച കാണാണ് കാലിഫോർണിയ സംസ്ഥാനത്ത്. ആ കാട് അതുപോലെ കത്തി ന്യൂയോർക്കിലേക്ക് പോലും തടയാനാവാതെ വരുന്നു എന്ന ആശങ്ക ലോകം ഇങ്ങനെ പങ്കുവെക്കാൻ. അങ്ങനെ വന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാക്കട്ടെ. നമ്മൾ അങ്ങനെയല്ലാതെ ദ്വാരക്കാൻ പറ്റില്ലല്ലോ. അള്ളാഹു കാക്കട്ടെ. ന്യൂയോർക്ക് പട്ടണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്ര തിരക്ക് പിടിച്ച, ഒരു പക്ഷേ ബോംബെയാണ് അതുപോലെ തിരക്ക് പിടിച്ചതായി നമ്മൾ കണ്ടിട്ടുള്ളത്. അത്രക്ക് തിരക്ക് പിടിച്ച ഒരു വലിയ നഗരമാണ് ന്യൂയോർക്ക് പട്ടണം. അങ്ങനെ അടുത്തടുത്തായി മഹാഫ്ലാറ്റുകൾ, 17, 18, 20, 25 നിലയുള്ള ഫ്ലാറ്റുകൾ. അതിന്റെ എത്രയോ 17, 18 നിലയുള്ളതിന്റെ മുകളിൽ ഞാൻ കിടന്നിട്ടുണ്ട്. അവിടെ കിടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പതുക്കെ ആടുന്ന പോലെ തോന്നും. അപ്പൊ പെട്ടെന്ന് ചാടിച്ചിട്ട് വിചാരിച്ചു വല്ല ഭൂമുകൾക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് ആലോചിച്ചു. കാരണം അതിങ്ങനെ അതേ രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ അങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് തന്നെ. അതാണ് അങ്ങനത്തെ അവസ്ഥ. അത്ര ഭീകരമായ വലിയ വലിയ കോട്ടക്കൊത്തലങ്ങൾ പണികഴിപ്പിച്ചിട്ടുള്ള സ്ഥലം അതുതന്നെയാണ് കാലിഫോർണിയയിലും കാണുന്നത്. അതൊക്കെ ഇങ്ങനെ തീ വിഴുങ്ങിക്കൊണ്ടിരിക്കാൻ ഒരു നിമിഷം ഒന്ന് പിടിച്ചു നിർത്താൻ, നിങ്ങൾ ആലോചിച്ചൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ എല്ലാ സർവായുധ സജ്ജതയുമുള്ള സകല സൗകര്യങ്ങളും സാങ്കേതിക മികവുമുള്ള അമേരിക്ക പോലത്തെ രാജ്യത്തിന് സാധിക്കുന്നില്ല. അല്ലാഹു പറയാൻ അവർക്ക് നൽകപ്പെട്ടതിലൊക്കെ അങ്ങനെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് അവരങ്ങനെ എല്ലാം മറന്ന് തുള്ളിച്ചാടുന്ന നേരത്ത് ഒറ്റപ്പെടുത്തം നാം അങ്ങ് പിടിക്കും. ഈ ആയത്ത് ഇന്നലെ വന്നതാണോ ഇതെന്ന് തോന്നുന്നത്? ഇന്നലെ വന്നതാണോ? ശരിക്കും ആലോചിച്ച് അന്നേരം നിരാശരായി പോകും. ഒന്നും ചെയ്യാനാവാതെ അസ്തപ്രജ്ഞരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഗതികേടുണ്ടാകും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോ ഒന്നും സംഭവിക്കൂല. ഒരു ന്യൂക്ലിയർ ബോംബും നമുക്ക് നേരെ വരില്ല. കാരണം എല്ലാ മിസൈൽ ഉപകരണങ്ങളുടെയും വേഗത്തിന്റെ ദൂരത്തിന്റെ അപ്പുറത്താണ് നമ്മുടെ രാജ്യമുള്ളത്. അതുകൊണ്ട് ഒരു രാജ്യത്തിനും ആക്രമിക്കാനാവൂല. എന്നാൽ എല്ലാ രാജ്യത്തിന്റെയും അടുത്തു ചെന്ന് അവിടെ എല്ലാം ബേസ്മെന്റ് ഉണ്ടാക്കി അവിടെ എല്ലാം സൈനിക തറയുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ അമേരിക്ക എന്ന് പറയുന്ന അഹങ്കൃത രാജ്യം ഇതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത തീയുടെ മുമ്പിൽ ഇങ്ങനെ അതെങ്ങനെ കത്തി എന്ന് പറയുന്നത് ചോദിക്കുകയാണ്. ഇങ്ങനെ വലിയ ഫ്ലെയിം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള വല്ലതും അവിടേക്ക് വിതറപ്പെട്ടോ എന്ന് പോലും ആളുകൾ ചോദിക്കുന്നു. ഈ പെട്ടെന്ന് കത്താൻ ഒന്നും തടുക്കാനാവുന്നില്ല. കാറ്റോ അതിനേക്കാൾ ഭീകരമായി വീശിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും കാറ്റ് വീശുന്നതാണ്. ഏതൊക്കെ ശൈത്താന്റെ പേരിലുള്ള കാറ്റുകൾ പേരിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹ്, എന്തൊരു വല്ലാത്ത അദാബാണ്. ഒരു കൊല്ലം ഒരു സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ വേട്ട, ഭീകരമായ ഇരയാക്കപ്പെടൽ, ഭീകരമായ ക്രൂരതയുടെ മുമ്പിൽ ലോകമാകെ കരഞ്ഞു തീരുമ്പോ അവിടെ നടക്കുന്ന ഭീകരമായ കാഴ്ച കണ്ടാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അവന്റെ അജയ്യതയുടെ അവന്റെ അധികാരത്തിന്റെ അവന്റെ ബലത്തിന്റെ അവന്റെ അധികാരത്തിന്റെ ബോധ്യം നമുക്കുണ്ടാവണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതെല്ലാം നമുക്ക് കൂടിയൊക്കെ പാടാൻ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്നത് പ്രധാനമാണ്. അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് ഈ സദസ്സ് ഇങ്ങനെ രൂപീകരിച്ച പോലെ ഈ മനോഹരമായ സ്ഥാപനം ഇവിടെയെല്ലാം മദ്രസയിലെ അതിന്റെ ഓരോ റൂമിലും വളരെ മനോഹരമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതെല്ലാം ചെയ്തു വെച്ചവർക്ക്, അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകട്ടെ. അതെല്ലാം നാളെ ഈ ചെയ്തവരും ഇത് പ്രവർത്തിക്കാൻ വേണ്ടി പണിയെടുത്തവരും എല്ലാം ഖബറിൽ കിടക്കുമ്പോഴും അവർക്കെല്ലാം അതിന്റെ സ്വർഗീയമായ ആനന്ദം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകട്ടെ. ഓരോ കാശും ഓരോ വിയർപ്പും ഓരോ പ്രയത്നവും അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.